അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലബാർ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള പഴം നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. പഴവും തേങ്ങയൊക്കെ ആയിട്ട് നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന നല്ല സിമ്പിൾ സ്നാക്കാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ പഴം നിറച്ചതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതായത് നമ്മളെ തേങ്ങാപ്പണ്ടം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്നും നിർബന്ധമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇതാ നമുക്ക് 2 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഈ മധുരം കറക്റ്റാണ് കേട്ടോ, കൂടുതലും അല്ല കുറവും അല്ല. പിന്നെ നമ്മളെ പഴത്തിൻ്റെ മധുരം കൂടെ ഉണ്ടാവുമല്ലോ. ഇനി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കസ്കസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വെള്ള കസ്കസാണ്. ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ അത് വെള്ള കസ്കസ് എന്ന് തന്നെ ചോദിച്ച് വാങ്ങണം. ഇതൊന്ന് കഴുകിയെടുത്ത് അരിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ മണ്ണ് കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കഴുകി അരിച്ചെടുത്തിട്ട് തന്നെ ഉപയോഗിക്കാം. പിന്നെ നമ്മളിത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇത് പല സ്ഥലത്തും കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ സാധാരണ പുതിയാപ്പിളമാർക്കോ അല്ലെങ്കിൽ കോള് കൊടുത്തയക്കാനൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതുപോലെ കുറച്ച് റിച്ച് ആയിട്ട് ഉണ്ടാക്കിയെടുക്കൽ. സാധാരണ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് തേങ്ങ എടുക്കും, അതിൽ പഞ്ചസാര ഇടും, കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തൊന്ന് കൂട്ടി കുഴച്ചെടുത്തിട്ടാണ് നിറച്ചെടുക്കൽ. ഇനി ഇതൊരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നല്ല നേരി തീയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ തേങ്ങ ചൂടാക്കിയെടുക്കുന്നത്. നമ്മൾ തേങ്ങൻ്റെ കളറൊക്കെ മാറ്റിയെടുത്ത് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് തേങ്ങ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് നിറക്കാൻ വേണ്ടിയിട്ടുള്ള പഴം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് പഴുപ്പായിട്ടുള്ള അധികം വലുപ്പമില്ലാത്ത പഴം എടുക്കുന്നതാണ് നല്ലത്. നല്ല വലിയ പഴമൊക്കെ ആണെങ്കിൽ അത് 2 പീസായി കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് നിറച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ പഴം നീളത്തിൽ ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കാം. അതുപോലെ ഇങ്ങനെ തുറന്ന് കിട്ടും. നല്ല ചെറിയ പഴം എടുക്കുന്നതാണ് നമുക്ക് നിറക്കാനും പൊരിക്കാനും ഒക്കെ എളുപ്പം. പിന്നെ ഭയങ്കര പഴുത്തിട്ടുള്ള പഴമൊന്നും എടുക്കരുത്, അപ്പോൾ അത് വല്ലാതെ എണ്ണ പിടിക്കും. തീരെ പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴം എടുക്കരുത്, അപ്പോൾ നിറക്കുമ്പോൾ പൊട്ടിപ്പോവാനും പിന്നെ അത് പൊരിച്ചെടുത്താൽ കറ കൂത്തുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പണ്ടം അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. ആദ്യം 2 കോർണറിലായിട്ട് നമുക്ക് അങ്ങോട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം തുറന്ന് കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ആ നടുവിലുള്ള ഏരിയയിലും കൂടെ നമുക്ക് അങ്ങോട്ട് നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി തിരിച്ചിട്ടിട്ട് ഈ സൈഡും കൂടെ നല്ലോണം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ലോണം അമർത്തിയിട്ട് വേണം നമ്മളിത് നിറച്ചെടുക്കാൻ. അപ്പോൾ ഞാനിതൊരു 5 പഴം നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ഞാനിതൊരു 1/4 കപ്പ് വെള്ളവും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയിൽ വേണം നമുക്ക് കലക്കിയെടുക്കാൻ. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തീ നല്ലോണം അങ്ങോട്ട് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ നിറച്ചെടുത്തിട്ടുള്ള ഒരു പഴം എടുത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് മാവ് അങ്ങോട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈ തേച്ചെടുത്തിട്ടുള്ള ഭാഗം മുങ്ങുന്ന രീതിയിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലത്തെ ഭാഗം ഞാൻ എണ്ണയിൽ ഇട്ടതിന് ശേഷമാണ് കവർ ചെയ്തെടുക്കുന്നത്. അതായത് എണ്ണ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല, മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല. അങ്ങനെ ഇതാ തേച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടുത്തൊരു പഴവും കൂടെ എടുത്ത് നമ്മൾ ആ തേങ്ങേൻ്റെ ഭാഗം അങ്ങോട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ്. നമ്മൾ 2 സൈഡും മാവ് തേച്ചിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുള്ള സൈഡത്തെ മാവ് അങ്ങോട്ട് ഇളക്കി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യണതാണ് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ആരും കൈയൊന്നും പൊള്ളിക്കരുത്, ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ. ഇനി ഇതാ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് പൊരിച്ചെടുക്കാം. ഒരു ഭാഗം കുക്കാവുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ 2 സ്പൂൺ യൂസ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. തീ വല്ലാതെ കൂട്ടി വെക്കരുത്, പഴത്തിൻ്റെ ഉള്ളിലൊക്കെ വേവാനുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. ശരിക്കും നമ്മൾ ഈ പഴം നിറച്ചതിൻ്റെ മേലെ തേക്കുന്ന ഈ ഒരു മാവുണ്ടല്ലോ, ഇതിന് തന്നെ നല്ലൊരു ടേസ്റ്റാണ്.
അപ്പോൾ അതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ പഴമൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള പഴം നിറച്ചതൊക്കെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി, നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസിലൂടെ അറിയിക്കാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമ.